ചേട്ടാ നമസ്കാരം. നമസ്കാരം. 2 ദിവസം മുമ്പ് നമ്മളൊരു വാർത്ത കൊടുത്തിരുന്നു. എല്ലാ മാധ്യമങ്ങളും കൊടുത്തിരുന്നു, കൂട്ടത്തിൽ നമ്മളും കൊടുത്തിരുന്നു. അതായത് പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ ബോംബ്, അണുബോംബ് പരീക്ഷണം നടത്തുന്നു എന്ന് ട്രംപ് പറഞ്ഞു. അപ്പോൾ പാകിസ്ഥാൻ ആ ന്യൂക്ലിയർ ബോംബ് പരീക്ഷണം നടത്തുന്നത് രഹസ്യമായിട്ടായിരിക്കാം. അങ്ങനെ രഹസ്യമായിട്ട് പാകിസ്ഥാൻ ആ ന്യൂക്ലിയർ ബോംബ് പരീക്ഷണം നടത്തിക്കഴിഞ്ഞാൽ, അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ പ്രത്യാഘാതം പാകിസ്ഥാൻ നേരിടേണ്ടി വരും എന്നുള്ളതായിരുന്നു നമ്മുടെ വാർത്ത. പാകിസ്ഥാൻ സ്വാഭാവികമായിട്ടും ലോക രാജ്യങ്ങളെല്ലാം തന്നെ കബളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം നടത്തുമ്പോൾ ഇന്ത്യ അതിനെ എക്സ്പോസ് ചെയ്യാനായിട്ട് പല രീതിയിൽ ശ്രമിക്കും എന്നും നമ്മുടെ ഒരു അനാലിസിസിന്റെ ഭാഗമായി നമ്മളൊന്ന് പറഞ്ഞിരുന്നു. ഇന്ത്യ ലോക രാജ്യങ്ങളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട്, ജപ്പാൻ അടക്കം പല വെസ്റ്റേൺ രാജ്യങ്ങളടക്കം ഇസ്രായേൽ അടക്കം സംയോജിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഈ നീക്കത്തിനെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അപ്പോ ഇതെങ്ങനെയാണ് തെളിവ് കൊണ്ടുവരുന്നത് എന്ന് ഞാനിന്ന് ബിജു ചേട്ടനോട് ചോദിച്ചിരുന്നു. അതായത് പാകിസ്ഥാൻ നടത്തുന്ന ഈ ഒരു പ്രക്രിയ, ഈ അണുബോംബ് പരീക്ഷണത്തിന് നമ്മൾ എങ്ങനെ തെളിവ് സംഘടിപ്പിക്കും? പാകിസ്ഥാനകത്ത് അവർ രഹസ്യമായിട്ടായിരിക്കുമല്ലോ നടത്തുന്നത്. ഇന്ന് വരുന്നൊരു റിപ്പോർട്ട് അനുസരിച്ച് സിന്ധ് പർവ്വത നിരകളിൽ പാകിസ്ഥാൻ തുരങ്കങ്ങൾ നിർമ്മിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അന്താരാഷ്ട്ര അന്വേഷണം ഇതിൽ വേണമെന്ന് പറയുന്നു. ഈ തുരങ്കത്തിനകത്ത് ഇവർ ആണവ പരീക്ഷണം നടത്തുന്നുണ്ട്, ആണവ പോർമുനകൾ നിറയ്ക്കുന്നുണ്ട് എന്ന് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ സിന്ധ് രഹസ്യ ആണവ പ്രവർത്തനങ്ങളിലാണ് ഇവർ ഏർപ്പെടുന്നത്. ഈ പ്രദേശങ്ങളിലെ ആണവവുമായി ബന്ധപ്പെട്ട സംശയാസ്പദമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് അടിയന്തര അന്താരാഷ്ട്ര അന്വേഷണം നടത്തണമെന്ന് അവിടെയുള്ള സംഘടനകൾ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ UN-ൽ ഇതിന്റെ പരാതി എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, നിരായുധീകരണത്തിനായിട്ടുള്ള UN ഓഫീസ്, മനുഷ്യാവകാശങ്ങൾക്കായിട്ടുള്ള UN ഹൈക്കമ്മീഷണർ എന്നിവർക്ക് അയച്ച ഔപചാരിക കത്തിൽ ജംഷോറോയുടെ വടക്ക് ഭാഗത്ത് നോറിയാബാദിനടുത്തുള്ള ക്വാംബർ ഹഷദാത് കോട്ട് ജില്ലയ്ക്കും മഞ്ചാർ തടാകത്തിനും പടിഞ്ഞാറൻ ഭാഗത്തിനും ചുറ്റും നിരവധി ഭൂഗർഭ തുരങ്കങ്ങളും ചേംബർ സംവിധാനങ്ങളും പാകിസ്ഥാൻ നിർമ്മിക്കുന്നുണ്ട് എന്നാണ് പാകിസ്ഥാനിലുള്ള ഗ്രൂപ്പുകൾ തന്നെ അറിയിച്ചിരിക്കുന്നത്. ജയ് സിന്ധ് മുത്തഹിദ മഹസിന്റെ പ്രസിഡന്റ് ഷാഫി ബർഫത്ത് തന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലും ഈ കാര്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സൈനിക രഹസ്യം കർശനമായി ഈ തുരങ്കങ്ങൾക്ക് ചുറ്റും പാകിസ്ഥാൻ പുലർത്തുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു റിപ്പോർട്ടാണ്. സൈനികർ അവിടെ തമ്പടിച്ചിട്ടുണ്ട്, ആരെയും അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല കിലോമീറ്ററുകളോളം എന്നാണ് ഇവർ പറയുന്നത്. പോരാത്തതിന് തുരങ്കത്തിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്, അതിവേഗത്തിൽ നിർമ്മാണം നടക്കുന്നു, ആണവ വസ്തുക്കളുടെ സംഭരണമാണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ അനുബന്ധമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുന്നത് എന്നാണ് പറയുന്നത്. റേഡിയോ ആക്റ്റീവ് മലിനീകരണം, പരിസ്ഥിതി നാശം, ആഗോള ആണവ സുരക്ഷയുടെയും ആണവ നിർവ്യാപന നിയമങ്ങളുടെയും ലംഘനം എന്നിവയ്ക്ക് ഗുരുതരമായിട്ടുള്ള അപകട സാധ്യത സൃഷ്ടിക്കുമെന്ന് അവിടെയുള്ള ഗ്രൂപ്പുകൾ മുന്നറിയിപ്പ് നൽകി അവരിപ്പോൾ UN-ന് പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ട്രംപിന്റെ ഈ ഒരു പ്രസ്താവന, പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തുന്നുണ്ട് എന്നുള്ളൊരു പ്രസ്താവന സത്യമാവുകയാണോ? അങ്ങനെ സത്യമായി ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് ഗുണകരമാവില്ല, എന്ത് തോന്നുന്നു? പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ആണവ പരീക്ഷണം നടത്തേണ്ടത് അനിവാര്യമാണ്. അതിലവരെ തെറ്റ് പറയാൻ കഴിയില്ല. കാരണം ആ രാജ്യത്തിന് ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു ഹീറോ പരിവേഷം അനിവാര്യമാണ്. പ്രത്യേകിച്ച് അവരുടെ സേനാ മേധാവി മുനീർ അവിടെ ഏകദേശം ഭരണം പിടിച്ചെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വീരത്വം തെളിയിക്കേണ്ട ഒരു കടമയുണ്ട്. ആ വീരത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഒന്ന്, ഇന്ത്യയുമായിട്ടൊരു യുദ്ധത്തിന് പോവുക, ഇന്ത്യയിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തുക, ഇല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഭീകരവാദികളെ ഉപയോഗിച്ച് ഇന്ത്യയിൽ ഒരു കാഷ്വാലിറ്റി സംഭവിപ്പിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. പല വഴിക്കും ജമ്മു കാശ്മീരിലൊക്കെ അത് ശ്രമിക്കുക. ഈ രണ്ടെണ്ണമായാൽ പോലും തൽക്കാലം പിടിച്ചു നിൽക്കാൻ പറ്റും. ഇപ്പോ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു ഗുണ്ട ഉണ്ട്. അവിടെ വേറൊരുത്തം വന്നിട്ട് ഈ ഗുണ്ട അടിച്ച് നിലംപരിശാക്കി ഇട്ട് കഴിഞ്ഞാൽ ഈ ഗുണ്ടയുടെ ഇമേജ് കുറഞ്ഞു തുടങ്ങും. പിന്നെ ഈ ഗുണ്ട അവിടെ ആരും ഭയപ്പെടാതാകും. അപ്പൊ പിന്നെന്ത് ചെയ്യാൻ കഴിയും ഈ ഗുണ്ടയ്ക്ക്? ഒന്നുകിൽ അവരെ തിരിച്ചടിക്കണം. അതിന് ആംബിയർ അല്ലെങ്കിൽ പിന്നെ ഗുണ്ട എന്ത് ചെയ്യും? ചില അഭ്യാസം ഇറക്കും. അപ്പോൾ ഗുണ്ട ഇങ്ങനെ ആൾക്കാർക്ക് റൂമറൊക്കെ അടിച്ചിറക്കും. ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇരട്ട ബാറിൽ തോക്കിന് ഓഫർ കൊടുത്ത് ഇത് കൊടുത്തിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വരട്ടും. അതുപോലെ ആണ് ഇത്. കാരണം ഇതിപ്പോ ആദ്യമായിട്ടല്ല ആണവ. ഇനി പാകിസ്ഥാൻ ഈ നമ്മുടെ ഇന്ത്യയിൽ ആണവ പരീക്ഷണം നടത്തിയത് 1974 മെയ് മാസത്തിലാണ് നമ്മൾ നടത്തുന്നത്. മെയ് 18-നാണ് നമ്മൾ നടത്തുന്നത്. അതായത് സ്മൈലിംഗ് ബുദ്ധ എന്നായിരുന്നു നമ്മുടെ ആദ്യ പരീക്ഷണം. ഈ ആദ്യ പരീക്ഷണം നമ്മൾ നടത്തുമ്പോൾ പാകിസ്ഥാനിൽ ഇതിന്റെ ഒരു പ്രത്യാഘാതം ഭയങ്കര രൂക്ഷമായിരുന്നു. അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു നമ്മൾ ഉടൻ തന്നെ അണുബോംബ് നിർമ്മിക്കണോ. നമ്മൾ നടത്തിയതെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ആരെയും കോരിത്തെരിപ്പിക്കുന്ന ഒരു കഥയാണ് അതിന് പിന്നിലുള്ളത്. നമ്മൾ ഒന്നാമത്തെ ഈ അണുപരീക്ഷണം നടന്നത് 1974-ലാണ്. എങ്ങനെയാണ് നമ്മൾ ഇത് സാധ്യമാക്കിയതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഈ ലോകത്ത് ഒരു രാജ്യവും വേറൊരു രാജ്യത്തിന് ആണവായുധം പരീക്ഷിക്കാനോ ഇല്ല ഇതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യില്ല. പക്ഷെ ഇന്ത്യ അന്നും
സ്വന്തമായിട്ട് അത് വികസിപ്പിച്ചെടുക്കുകയാണ്. പാകിസ്ഥാൻ സ്വന്തമായിട്ടല്ല അവരുടെ പരീക്ഷണം നടത്തുക. അതിലേക്ക് ഞാൻ വരാം. നമുക്ക് ആ ഇന്ത്യ ആദ്യം, ഇത് ഞാൻ പറഞ്ഞ വാജ്പേയിയുടെ കാലത്തുള്ളതല്ല, 74-ലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അന്ന് ഇതെങ്ങനെയാണ് സ്വായത്തമാക്കിയതെന്ന് വെച്ചാൽ 1950-60 കാലഘട്ടങ്ങളിൽ നമ്മൾ കാനഡയിൽ നിന്നും നമ്മുടെ സമാധാന ആവശ്യങ്ങൾക്ക് ഈ പീസ്ഫുൾ ന്യൂക്ലിയർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് സെറസ് എന്ന് പറയുന്ന ഒരു റിയാക്ടർ സ്വന്തമാക്കി. അത് അമേരിക്ക കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്തു. കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരെണ്ണം നമ്മൾ വാങ്ങുന്നു. അവിടെ നിന്നൊരു റിയാക്ടർ നമ്മൾ സ്വന്തമാക്കി. ഈ റിയാക്ടറിൽ നിന്നും നമ്മൾ അടുത്തിട്ടുള്ള 60-70 കാലഘട്ടങ്ങളിൽ ഈ ഫ്രാൻസിൽ നിന്നും ഈ റിയാക്ടറിന് ആവശ്യമായ മറ്റു സാങ്കേതിക വശങ്ങൾ കൂടി നമ്മൾ അന്ന് സ്വന്തമാക്കി. ഒപ്പം തന്നെ റഷ്യയിൽ നിന്ന് ന്യൂക്ലിയർ ഫിസിക്സ് എക്സ്പോസറും കൂടി ലഭിച്ചു. ഇതിനുശേഷം നമ്മുടെ മിടുക്കന്മാരായ ശാസ്ത്രജ്ഞന്മാർ ആരും അറിയാതെ, ഇത് സമാധാന ആവശ്യങ്ങൾക്കുള്ള ന്യൂക്ലിയർ ആണ്, അതുകൊണ്ടാണല്ലോ അവർ റിയാക്ടർ കൊടുത്തത്. അല്ലാതെ അനുഭവം ഉണ്ടാക്കാൻ ആരും റിയാക്ടർ കൊടുക്കത്തില്ല. പിന്നെ ഇന്ത്യ അല്ലേ അതൊന്നും ചെയ്യില്ല എന്ന് കരുതി കൊടുത്തതാണ്. അപ്പൊ ഇത്രയും എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മിടുക്കന്മാരായ ഡോക്ടർ ഹോമി സത്നാം, രാജരാമൻ, അതുപോലെ തന്നെ PK അയ്യങ്കാർ തുടങ്ങിയ പ്രഗത്ഭരായ 3 പിന്നെ ഈ പറയുന്ന സയന്റിസ്റ്റുകള്, ഒപ്പം തന്നെ ഹോമി ബാബയുടെ നേതൃത്വത്തിൽ ഉള്ള ആ സയന്റിസ്റ്റുകള് വലിയ രീതിയിൽ തന്നെ പരീക്ഷണം തുടങ്ങിയിരുന്നു. ഇത് എങ്ങനെയാണ് ഇതൊരു ആണവ ആയുധത്തിലേക്ക് എത്തിക്കുക. അതായത് സ്വന്തം പ്രയത്നത്താലാണ് നമ്മൾ ഈ ആദ്യത്തെ ആണവ പരീക്ഷണം നടക്കുന്നത്. അതായത് 1974 മെയ് 18-നാണ് നമ്മൾ ആദ്യത്തെ പരീക്ഷണം നടക്കുന്നത്. ഇതിനുശേഷം പിന്നെ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ വലിയ വിഷയങ്ങൾ നടന്നു. ഇന്ത്യ അണുബോംബ് പൊട്ടിച്ചു, നമ്മളും അത് ചെയ്യണമെന്ന്. അങ്ങനെ പാകിസ്ഥാൻ ഈ ബ്ലൂ പ്രിന്റ് അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ്. അതായത് ഈ അമേരിക്കയുടെ ആണവ പദ്ധതി ജർമ്മനിക്ക് കൊടുക്കുമ്പോൾ ഈ ജർമ്മനിയുടെ ദ്വിഭാഷിയായിരുന്ന, പരിഭാഷയ്ക്ക് പോയ ഒരു ജീവനക്കാരനായ പാക് പൗരൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് എന്നുള്ളതും, പിന്നീട് ആ പൗരനെ അമേരിക്ക നോട്ടമിട്ട് കൊല്ലാനുള്ളൊരു ശ്രമം നടത്തുകയും പിന്നീട് ചില അഡ്ജസ്റ്റ്മെന്റുള്ള കൊല്ലാതെ വിടുകയുമാണ് ചെയ്തത്. പിന്നീട് ഇവരിത് ചൈനയുടെ സഹായത്തോടു കൂടി ഇതിനുള്ള നീക്കങ്ങൾ തുടങ്ങി. കാരണം ഇതിപ്പോ ഒരു രാജ്യം ഒരു ആണവ ബോംബ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ എന്താ പറയുന്ന അമിട്ട് നിർമ്മിക്കുന്നതിനൊക്കെ അത്ര എളുപ്പമുള്ള കാര്യം. ഒരു അമിട്ട് നിർമ്മിക്കണമെങ്കിൽ തന്നെ എന്ത് ബുദ്ധിമുട്ടാണ്. അതിനാവശ്യമായ സ്ഫോടക വസ്തുക്കൾ എത്തിക്കേണ്ടതായിട്ടുണ്ട്, അതിനുള്ള ഒരു കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ നമ്മുടെ ഈ വെടിമരുന്നും മറ്റുമൊക്കെ നമ്മുടെ ഈ വെടി എന്താ പറയുന്നത് ഈ ഇതുണ്ടല്ലോ, ഈ പടക്ക കച്ചവടം ചെയ്യുന്നവരുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ, ഈ ഉത്സവത്തിന് അവർ കരിമരുന്ന്, ഈ കരിമരുന്ന് വാങ്ങുന്നവരുടെ ചെന്ന് ചോദിച്ചാൽ അവരുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകും. ഈ കരിമരുന്ന് കൊണ്ടുവരുന്ന അളവുണ്ട് എല്ലാത്തിനും. അത് ഇവർ എത്ര ഇടത്തു നിന്നാണ് ആ പെർമിഷൻ വാങ്ങുന്നതെന്ന് അറിയാം. അതിന് ഇവർക്ക് കിട്ടുന്ന ഒരു ഗ്രാം കൂടിയാൽ, അതായത് ഈ നമ്മുടെ വിവിധ വകുപ്പുകളോ പോലീസോ വന്ന് പരിശോധനയിൽ ഇവരുടെ കയ്യിലുള്ള ആ സ്ഫോടക വസ്തുവിന്റെ 1 ഗ്രാം കൂടിയാൽ ഇവരകത്തു പോകും. അത്ര കർശനമായിട്ടാണ് നമ്മുടെ നാട്ടിൽ പോലും ഇത് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന ഈ ആണവ പിന്നെ ഊർജത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും മറ്റും ചെയ്യുമ്പോൾ മറ്റു ലോകരാജ്യങ്ങൾ എത്ര സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും അത് നൽകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഓർക്കണം. എന്തായാലും അനുഭവം ഉണ്ടാക്കാൻ തരില്ല. അങ്ങനെ നമ്മുടെ കഴിഞ്ഞപ്പോൾ ഇവർ ഇങ്ങനെ വലിയ വിഷയങ്ങളൊക്കെ ആക്കി. അതിനുശേഷം 98 ആയപ്പോഴേക്കും നമ്മുടെ AB വാജ്പേയി നമ്മുടെ ഇവിടെ ഈ പൊക്രാനിൽ അടുത്ത ഒരു കുറച്ചുകൂടെ വിപുലമായ രീതിയിലുള്ള ഒരു സ്ഫോടനം നടത്തി. ഇപ്പോഴത് കേൾക്കുന്നത് അത് അണു ബോംബ് സ്ഫോടനം മാത്രമായിരുന്നില്ല, ഹൈഡ്രജൻ ബോംബിനുള്ള ഫസ്റ്റ് ഡോസ് ആയിരുന്നു നമ്മൾ അന്നവിടെ നടത്തിയെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ചയെ പറഞ്ഞത്. അന്ന് ആദ്യം നമ്മൾ അണുപരീക്ഷണം നടത്തിയ ആണവരാജ്യമായി, രണ്ടാമത് നമ്മൾ നടത്തിയത് ആണവ പരീക്ഷണം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് എല്ലായിടത്തും. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല എന്നാണ് വരുന്നത്. അത് ആണവ പരീക്ഷണം ആയിരുന്നില്ല. ആണവ പരീക്ഷണം എന്ന പേരിൽ നമ്മൾ അന്ന് നടത്തിയ ഈ ഹൈഡ്രജൻ ബോംബിൻ അതിനേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു. നമ്മൾ ഒരു 2-3 ദിവസം മുമ്പ് ആ വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്തിരുന്നു, ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ചർച്ച ചെയ്തിരുന്നു. ഇതാ ഓർക്കുന്നുണ്ടാകും, പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷമാണ് ചഗായി ജില്ലയിൽ വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്താനായിട്ട് പാകിസ്ഥാൻ മുതിരുന്നു. അവിടുത്തെ ഈ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ വരുന്നതാണ് ചഗായി ജില്ല എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ ചഗായി കുന്നുകളിൽ വെച്ചിട്ട് ചൈനയുടെ സഹായത്തോടെ ഏതാണ്ട് ഒരു 40 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന, ഇതിൽ കിലോമീറ്ററോളം ഇത് ഒഴിപ്പിച്ചെടുക്കണം. അവിടെ ഒരു ഗ്രാനൈറ്റ് മല, ചഗായിലെ ഗ്രാനൈറ്റ് പർവ്വത നിരകളാണ്. അവിടെ ഒരു 40 കിലോമീറ്റേഴ്സ് ഇവര് അന്ന് ഈ ബലൂചിസ്ഥാനിൽ ഇത്രയും പ്രശ്നങ്ങളില്ല. അപ്പം ഇങ്ങനെ ഒഴിപ്പിച്ച് നിർത്തിയിട്ട് അവിടെ ഇവര് ഒരു പരീക്ഷണം നടത്തി. അതാണ് ഇവരുടെ ഫസ്റ്റ്. അതും ഒരു മെയ് മാസത്തിലാണ്. 1998 മെയ് 28-നാണ് അവിടെ അവര് പരീക്ഷണം നടത്തി. അത് പൂർണ്ണമായും പാകിസ്ഥാന്റേതല്ല, ചൈനയാണ് അതിനു വേണ്ടി എല്ലാ ഹെൽപ്പിങ്ങും ചെയ്തു കൊടുത്തിരിക്കുന്നത്. അതിന്റെ പേര് എന്ന് പറഞ്ഞാൽ ചഗായി ഫസ്റ്റ് എന്നായിരുന്നു. ചഗായി ഫസ്റ്റ് എന്നാണ് അവരുടെ പരീക്ഷണത്തിന്റെ പേര്. നമ്മുടെ സ്മൈലിംഗ് ബുദ്ധയായിരുന്നു. അപ്പൊ അതിനേക്ക് അവരെ സഹായിച്ചത്, ഇതിന്റെ ബ്ലൂ പ്രിന്റും ഒക്കെ നൽകിയത് ചൈനയായിരുന്നു. ഒപ്പം തന്നെ അവർ M11 എന്ന് പറയുന്ന ഒരു ബാലിസ്റ്റിക് മിസൈൽ കൂടെ നൽകി. ഈ മിസൈൽ വേണമല്ലോ ഇത് ഘടിപ്പിച്ചിട്ട് പോകാനായിട്ട്.
അപ്പൊ അതും കൂടെ അന്ന് നൽകി സഹായിച്ചത് ചൈനയാണ്. അപ്പൊ ചൈനയ്ക്ക് ആണ് ഈ അന്ന് അടിച്ചുകൊണ്ട് വന്ന ബ്ലൂ പ്രിന്റ് മറിച്ച് ഇപ്പുറത്ത് കൊടുത്ത് ഇവരെ കൊണ്ട് അത് ഹെൽപ്പ് ചെയ്യിച്ച് എടുക്കുകയായിരുന്നു. ചൈനയ്ക്ക് പിന്നെ എന്ത് സാധനം കിട്ടിയാലും അത് എങ്ങനെ ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരു രാജ്യമാണ്. അങ്ങനെയാണ് അവര് ഒരു അണുപരീക്ഷണം നടത്തി. അവരുടെ രാജ്യവും സ്ട്രോങ് ആണ്, ഞങ്ങൾ ആണവ രാജ്യമാണ് എന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ രണ്ട് രാജ്യങ്ങളും, ഇന്ത്യ ആയാലും പാകിസ്ഥാൻ ആയാലും, ഈ ആണവ നിരോധന ഉടമ്പടിയിൽ CTBTയിൽ ഒപ്പുവെക്കാത്ത രാജ്യങ്ങളാണ്. നമ്മൾ പറയുന്നത് നമുക്കങ്ങനെ ഏകപക്ഷീയമായി ഒപ്പുവെക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ എല്ലാം ഉണ്ട്, നിങ്ങളെല്ലാം രജിസ്റ്റേർഡ് ആണവ ബോംബുകാരും, ഞങ്ങളത് അല്ലാതിരിക്കണം, അത് ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് ആണ് അന്നും നിലപാടെടുത്തിരുന്നത്. അത് മോദി വരുന്നതിന് മുമ്പ് തന്നെയുള്ള നമ്മുടെ നിലപാടാണ്. അത് നമ്മൾ ഇതുവരെ മാറ്റിയിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ ഇപ്പൊ മുനിയറിന് പിടിച്ചു നിൽക്കണമെങ്കിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ജനങ്ങളുടെ ആ ഒരു ഇത് തണുപ്പിച്ചു നിർത്തണമെങ്കിലോ അവരുടെ ശ്രദ്ധ മാറ്റണമെങ്കിലോ ഒക്കെ പാകിസ്ഥാൻ ഇങ്ങനെ ഒരെണ്ണം നടത്തിയേ മതിയാകും. പക്ഷെ ഇങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സിന്ധു പ്രവിശ്യയില് അവിടെ സിന്ധു ദേശ് എന്ന് പറയുന്ന സംഘടന ഐക്യരാഷ്ട്രസഭയിൽ പോയിട്ടുണ്ട്. അവര് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. IAEA അവരൊരു പരാതി കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്ന പരാതി ഇത് പിന്നെ നിർത്തിവെക്കണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ജനങ്ങൾക്ക് ഇതിന്റെ റേഡിയേഷൻ ഉണ്ടാകും, അത് വലിയ അപകടം ചെയ്യുമെന്നവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിധ ഈ സിന്ധു പ്രവിശ്യയിലുള്ള സൊസൈറ്റികൾ ഇതിനെതിരെ പോയിട്ടുണ്ട്. ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ അവിടുത്തെ സിവിലിയൻസ് ആണ് പോയിരിക്കുന്നത് മുഴുവൻ. അതൊരു വലിയ വിഷയമായി മാറിയിട്ടുണ്ട്. അപ്പൊ പാകിസ്ഥാന് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു പരീക്ഷണം, അത് മാത്രമല്ല കിരാന കുന്നിന് പകരം ഇപ്പൊ ഈ സിന്ധ് പർവ്വതനിരകളിലേക്ക് ഇവരുടെ മറ്റൊരു ആണവ ഗോഡൌൺ, ഭൂഗർഭ നിലയം അല്ലെങ്കിൽ ഒരു ഗോഡൌണാക്കി മാറ്റാനുള്ള ശ്രമം കുറച്ചു നാളായിട്ട് അവർ പ്ലാൻ ചെയ്ത് വരുന്നുണ്ട്. കാരണം ഇനിയിപ്പോ കിരാന കുന്ന് അത്ര സേഫ് അല്ല. അപ്പൊ അതുകൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് അവർ മാറ്റുകയാണ് ഈ സാധനം. അപ്പൊ ഇതിനെതിരെ വലിയൊരു പ്രതിഷേധവും ഉയരുന്നുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ ഒരു പവർ, കാരണം ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇപ്പോൾ എന്താണ് പറയുന്നത്, സംയുക്ത സൈനിക അഭ്യാസമാണ് നടക്കുന്നത്. നമ്മുടെ തൃശ്ശൂരിൽ നടക്കുന്നു. ഒപ്പം തന്നെ ചൈന, ബംഗ്ലാദേശ്, പിന്നെ ഭൂട്ടാൻ, മ്യാൻമാർ ആ ബോർഡറിൽ അടുത്തത് നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ എന്നും നമ്മൾ അഭ്യാസങ്ങളാണ്. അതുകൂടാതെ മഹാരാഷ്ട്രയില്, ദില്ലിയില് നടക്കുന്ന ഡ്രില്ലുകൾ, ഇതെല്ലാം ഇങ്ങനെ എപ്പോഴും സർവ്വസജ്ജമായിട്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് പാകിലെ ജനത്തിന് ഒരു ധൈര്യം പകരുക, ഒപ്പം തന്നെ പാകിസ്ഥാനിലുള്ള ആഭ്യന്തര വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റുക. ഇതിന് അവർക്കൊരു ബോംബ് പൊട്ടിച്ചേ മതിയാകും. അപ്പൊ പിന്നെ എല്ലാവരുടെയും കൂടെ ചർച്ചയും അതാകും. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് അതിന്റെ AI ഇമേജ് ഉണ്ടാക്കി പാട്ട് വിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് അവിടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ അത് എത്രത്തോളം ഗുരുതരമായിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോൾ. കാരണം അങ്ങനെ ഒരു പരീക്ഷണം നടന്നു കഴിഞ്ഞാൽ ഒരു കനത്ത ഉപരോധത്തിലേക്ക് പാകിസ്ഥാൻ പോകേണ്ടി വരും. ഒരുപക്ഷെ അമേരിക്ക ഒരുപക്ഷെ ഹെൽപ്പിന് വരാൻ സാധ്യതയുണ്ട്. അവർ പറയും അത് അണുബോംബൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ പറ്റും. പക്ഷെ അപ്പോഴും പ്രശ്നമുണ്ട്. ഇത് ഈ CTBTയിൽ ഒപ്പിടാത്തത് കൊണ്ട് ഇതിനകത്ത് പരിശോധക സംഘത്തെ കയറ്റുക പ്രയാസകരമാണ്. അതുണ്ടല്ലോ, ഇപ്പൊ നമ്മൾ തമ്മിൽ പരിശോധിക്കാൻ വേണ്ടിയിട്ടൊരു കരാർ വേണ്ടേ? അതാണ് ഞാൻ അന്നത്തെ ചർച്ച ഞാൻ പറഞ്ഞത്. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഇത് ഈ തെളിവുകളും ഒക്കെ ശേഖരിക്കാനാണ് ഇപ്പോഴത്തെ കാലത്ത് വലിയ വലിയ പാടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല. കാരണം ഉപഗ്രഹ ചിത്രങ്ങൾ കിട്ടും, മറ്റെല്ലാം കിട്ടും. പക്ഷെ ഇതിനകത്തൊരു പരിശോധക സംഘത്തെ, ഒരു ഇന്റർനാഷണൽ സംഘത്തെ ഇവർ അനുവദിക്കില്ലല്ലോ, അതിനുള്ള കരാറില്ല. പക്ഷെ ഇവിടെ അമേരിക്ക ഇവരെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപക്ഷെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അവർ പറയാത്ത അങ്ങനൊന്നും അല്ല, ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അപ്പോഴും കുറെ അധികം രാജ്യങ്ങൾ ഇതിന്റെ പേരിൽ പാകിസ്ഥാനെ ബഹിഷ്കരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നലത്തെ ഒരു വാർത്ത, നമ്മുടെ എത്ര പേരത് കണ്ടു എന്ന് എനിക്കറിയില്ല, അതിലൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. മൈക്രോസോഫ്റ്റ് അടക്കമുള്ള കമ്പനികൾ പാകിസ്ഥാൻ വിട്ടു. അവർ ഓൾറെഡി പാകിസ്ഥാൻ വിട്ടു പോയി കഴിഞ്ഞു ഇവിടുന്ന്. അവർ പറയുന്നത് ഈ രാജ്യം ഇനി രക്ഷപ്പെടില്ല, കാരണം ആഭ്യന്തരമായിട്ടൊക്കെ തകർന്നു, ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷെ ആ രക്ഷപ്പെടലിന് പിന്നിൽ അവിടെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമോ എന്നൊരു ഭയം കൂടി അവർക്കുണ്ട്. അവരുടെ സ്റ്റാഫ് ഉണ്ട്. ഈ മൈക്രോസോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, മൈക്രോസോഫ്റ്റ് മാത്രമല്ല ഫൈസർ പോലെയുള്ള കമ്പനികൾ, അനവധി കമ്പനികൾ, ഫോറിൻ കമ്പനികളെല്ലാം വിട്ടു അവിടുന്ന്, സ്ഥലം കാലിയാക്കി രാജ്യമാനം വിട്ടു കഴിഞ്ഞിരിക്കുന്നവര്. അപ്പൊ അതിന്റെ പിന്നിൽ ഇങ്ങനെയും കൂടെ ചില സംഭവങ്ങളുണ്ട്. പക്ഷെ ഇതൊരു വലിയ ഇഷ്യൂ ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വാർത്തയുടെ ഒരു ഫോളോ അപ്പ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോ ഇത് ചർച്ചയ്ക്ക് എടുത്തത്. കാരണം അതിന്റെ ഫോളോ അപ്പ് കൂടെ ജനത്തിനെ അറിയിക്കണമല്ലോ, എന്ത് സംഭവിച്ചു എന്നുള്ളത്. അപ്പൊ ഇനി അതിന്റെ അടുത്ത ഡീറ്റെയിൽസ് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് സംസാരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു.